ആർത്തലയ്ക്കുന്ന ഒരു കൊടുങ്കാറ്റ് ഡ്രാഗൺസ്റ്റോണിന്റെ ഇരുണ്ട തീരങ്ങളിൽ അതിശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു. ആകാശത്തിന്റെ ഇരുണ്ട മേലാപ്പിനെ കീറിമുറിച്ചുകൊണ്ട് ഉഗ്രമായ മിന്നലുകൾ പാഞ്ഞു. അതിനു പിന്നാലെ കാതുകളെ ബധിരമാക്കുന്ന ഇടിമുഴക്കവും. മഴത്തുള്ളികൾ കോട്ടയുടെ കരിങ്കൽ ചുവരുകളിൽ കൂർത്ത വാളുകൾ പോലെ പതിച്ചുകൊണ്ടിരുന്നു. ആ ഭയാനകമായ രാത്രിയിൽ വിസ്തൃതമായ ചേംബർ ഓഫ് ദ പെയിന്റഡ് ടേബിളിൽ ഡേനറീസ് ടാർഗേരിയൻ നിശബ്ദയായി ജനലിലൂടെ പുറത്തേക്ക് നോക്കിനിന്നു. അവളുടെ കണ്ണുകളിൽ മിന്നലിന്റെ വെളിച്ചം പ്രതിഫലിച്ചു. കൂടെ ടിരിയൻ ലാനിസ്റ്റർ, ഗ്രേ വേം, മിസാൻഡേ, പിന്നെ വാരീസ് എന്നിവരുമുണ്ടായിരുന്നു. ആ വലിയ മുറിയിൽ ഒരുതരം ഭാരമേറിയ നിശബ്ദത തളംകെട്ടിനിന്നു. ഇതുപോലൊരു രാത്രിയിലാണ് താങ്കൾ ഈ ലോകത്തേക്ക് വന്നത്. ജനലിലൂടെ പുറത്തെ അന്ധകാരത്തിലേക്ക് നോക്കി ടിരിയൻ പറഞ്ഞു. അതുകേട്ട് ഡെനറിസിന്റെ മുഖത്ത് നേരിയൊരു വിഷാദം പടർന്നു. ശേഷം അവൾ ആ വലിയ ജനാലയ്ക്കരികിൽ നിന്നും തിരിഞ്ഞ് മേശയ്ക്കടുത്തേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടിലും ഒരു രാജ്ഞിയുടെ ഗാംഭീര്യമുണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ശൂന്യത അവൾ അനുഭവിച്ചു. ഇതൊരു ഗൃഹാതുരമായ തിരിച്ചുവരവാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്കെന്തോ സ്വന്തം വീട്ടിലെത്തിയ ഒരു തോന്നലില്ല, അവൾ പറഞ്ഞു. ടിരിയൻ അവളെ ആശ്വസിപ്പിക്കാനായി മുന്നോട്ടു വന്നു. നമ്മൾ ഡ്രാഗൺസ്റ്റോണിൽ അധികകാലം തുടരില്ല, അവൻ പറഞ്ഞു. നല്ലത്, അവൾ മറുപടി പറഞ്ഞു. അതിനുശേഷം വെസ്റ്ററോസിന്റെ ഭൂപടം കൊത്തിവെച്ച ആ വലിയ മേശപ്പുറത്തിരിക്കുന്ന കരുക്കളിലേക്ക് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു. അവൾ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. സിംഹങ്ങൾ അത്രയധികമില്ലല്ലോ, അവൾ ചോദിച്ചു. വേരിസ് ഒരു ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ട് പറഞ്ഞു. 7 കിങ്ഡംസിന്റെ പകുതി പോലും ഇപ്പോൾ സേഴ്സിയുടെ നിയന്ത്രണത്തിലല്ല. വെസ്റ്ററോസിലെ പ്രഭുക്കന്മാർ അവളെ കഠിനമായി വെറുക്കുന്നു. താങ്കൾ എത്തുന്നതിനു മുൻപ് തന്നെ അവർ അവൾക്കെതിരെ ഗൂഢാലോചനകൾ ആരംഭിച്ചിരുന്നു. ഡെനറീസിന്റെ ചുണ്ടുകളിൽ പരിഹാസത്തിന്റെ ഒരു നേരിയ ചിരി വിടർന്നു. അവർ അവരുടെ യഥാർത്ഥ രാജ്ഞിക്ക് വേണ്ടി കരയുകയാണോ? എന്റെ ആരോഗ്യത്തിനായി അവർ രഹസ്യമായി മദ്യം നുണയുന്നുണ്ടോ? അവൾ ചോദിച്ചു. തുടർന്ന് അവൾ വാരീസിനടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണമായ സംശയം നിഴലിച്ചിരുന്നു. ആളുകൾ എന്റെ സഹോദരനോടും ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അവനത് വിശ്വസിക്കാൻ മാത്രം വലിയൊരു വിഡ്ഢിയുമായിരുന്നു. മേശപ്പുറത്തിരുന്ന ഒരു ഡ്രാഗൺ രൂപം അവൾ കയ്യിലെടുത്തു. അതിന്റെ രൂപത്തിൽ വിരലോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വിസേരീസിന് 3 ഡ്രാഗണുകളും പിന്നിൽ ഒരു വലിയ സൈന്യവുമുണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനകം തന്നെ കിങ്സ് ലാൻഡിംഗിൽ ആക്രമണം നടത്തിയേനെ. ടിരിയൻ വളരെ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. വെസ്റ്ററോസ് കീഴടക്കുക എന്നത് താങ്കൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് ചാരങ്ങളുടെ രാജ്ഞിയാകാനല്ലല്ലോ. അവൾ ഡ്രാഗൺ രൂപം താഴെ വെച്ചുകൊണ്ട് സമ്മതിച്ചു. തുടർന്ന് ടിരിയൻ തങ്ങളുടെ തന്ത്രങ്ങൾ വിശദീകരിച്ചു. വലിയൊരു രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ അവർക്ക് 7 കിങ്ഡംസ് കീഴടക്കാൻ സാധിക്കുമെന്ന് അവൻ അവളെ വിശ്വസിപ്പിച്ചു. ടൈറൽ സൈന്യവും ഡോർണിഷ് സൈന്യവും അവർക്കൊപ്പമുള്ളതിനാൽ തെക്ക് ഭാഗത്ത് തങ്ങൾക്ക് ശക്തരായ സഖ്യകക്ഷികളുണ്ടെന്ന് അവൻ ചൂണ്ടിക്കാട്ടി. ഈ സഖ്യം സാധ്യമാക്കിയ വാരിസിനെ ഡെനറിസ് നോക്കി. ആ നോട്ടത്തിൽ നന്ദിയേക്കാളുപരി സംശയമായിരുന്നു. വാരിസ് തന്റെ അച്ഛനെയും പിന്നീട് അച്ഛനെ സിംഹാസനത്തിൽ നിന്നും പുറത്താക്കിയ റോബർട്ട് ബരാത്തിയനെയും സേവിച്ച കാര്യങ്ങൾ അവൾ കടുത്ത സ്വരത്തിൽ ഓർമ്മിപ്പിച്ചു. തനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് താൻ റോബർട്ടിനെ സേവിച്ചതെന്ന് വാരിസ് മറുപടി നൽകി. മാഡ് കിങ്ങിനേക്കാൾ നല്ലൊരു ഭരണാധികാരിയായിരുന്നു റോബർട്ട് എന്നും, എന്നാൽ ഭരണത്തിൽ വലിയ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് താൻ കൂടുതൽ നല്ലൊരു ഭരണാധികാരിയെ തേടുകയായിരുന്നെന്നും വാരിസ് വ്യക്തമാക്കി. എന്നാൽ ഡെനറിസിന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. തന്റെ സഹോദരനായ വിസേരീസ് ക്രൂരനാണെന്നറിഞ്ഞിട്ടും വേരിസ് അവനെ പിന്തുണച്ചതിനെ അവൾ ചോദ്യം ചെയ്തു. തന്നെ ദോത്രക്കികൾക്ക് ഒരു കുതിരയെപ്പോലെ വിറ്റതും അവൾ ഓർത്തെടുത്തു. ഒടുവിൽ അവൾ ഏറ്റവും മൂർച്ചയേറിയ ആ ചോദ്യം ചോദിച്ചു. എന്നെ കൊല്ലാൻ ആരാണ് ഉത്തരവിട്ടത്? കിങ് റോബർട്ട്, വാരിസ് പറഞ്ഞു. അവൾ അവന് നേരെ ഒന്നുകൂടി അടുത്തു. അവളുടെ ശ്വാസത്തിന്റെ ചൂട് അവന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. ഡെനറിസ് ടാർഗാരിയനെ കൊല്ലാൻ എസോസിലേക്ക് സന്ദേശം അയച്ചത് ആരാണ്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. വാരിസ് ശാന്തനായി തന്നെ നിന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ സമ്മതിച്ചു. എന്നാൽ അന്ധമായ വിശ്വസ്തതയെ അവൻ എതിർത്തു. ഒരു മഹത്തായ കുടുംബത്തിൽ ജനിക്കാത്ത അനാഥനായി തെരുവുകളിൽ വളർന്ന തനിക്ക് യാതൊരു രാജാക്കന്മാരോടും അന്ധമായ കൂറില്ലെന്നും മറിച്ച് ജനങ്ങളോടാണ് തന്റെ വിശ്വസ്തതയെന്നും അവൻ ധീരതയോടെ പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഭരണാധികാരി ഡെനേരീസ് ആണെന്ന് താൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും അവൻ പറഞ്ഞു. തന്നെ കൊല്ലാം, എന്നാൽ ജീവിക്കാൻ അനുവദിച്ചാൽ താൻ മികച്ച രീതിയിൽ സേവിക്കുമെന്ന് അവൻ ഉറപ്പു നൽകി. വാരീസിന്റെ വാക്കുകളിലെ സത്യസന്ധത ഡെനേരീസിന്റെ ഹൃദയത്തിൽ തൊട്ടു. അവൾ അവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ജനങ്ങളെ ഞാൻ വഞ്ചിക്കുകയാണെന്ന് തോന്നിയാൽ എന്റെ പുറകിൽ നിന്ന് ഗൂഢാലോചന നടത്തരുത്. എന്റെ കണ്ണുകളിൽ നോക്കി എന്റെ തെറ്റുകൾ പറയണം. ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ രാജ്ഞി, വാരീസ് അങ്ങേയറ്റത്തെ വിനയത്തോടെ പറഞ്ഞു. അവളും കടുത്ത സ്വരത്തിൽ ഒരു സത്യം ചെയ്തു. എന്നെ വഞ്ചിച്ചാൽ ഞാൻ നിന്നെ ജീവനോടെ കത്തിക്കും. വാരീസ് ഒന്ന് പുഞ്ചിരിച്ചു. മദർ ഓഫ് ഡ്രാഗൺസിൽ നിന്ന് ഞാനിതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവൻ പറഞ്ഞു. അപ്പോഴാണ് ആ മുറിയിലെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ആ ഷായിൽ നിന്നുള്ള ഒരു ചുവന്ന പുരോഹിത വന്നിട്ടുണ്ടെന്ന് ഗ്രേവേം രാജ്ഞിയെ അറിയിച്ചു. ഡ്രാഗൺസ്റ്റോണിന്റെ വിശാലവും ഇരുണ്ടതുമായ സിംഹാസനമുറിയിൽ മെലിസാന്ദ്ര തനിച്ചു നിൽക്കുകയായിരുന്നു. ചുവന്ന വസ്ത്രമണിഞ്ഞ അവളുടെ മുഖത്ത് നിഗൂഢമായൊരു പ്രകാശമുണ്ടായിരുന്നു. ഡെനേറിസ് അവളുടെ പരിവാരങ്ങളായ ടിരിയൻ, വാരിസ്,
മിസാൻഡേ, ഗ്രേ വേം എന്നിവർക്കൊപ്പം അവിടേക്ക് പ്രവേശിച്ചു. സിംഹാസനമുറിയുടെ ഭിത്തികളിൽ പന്തങ്ങൾ എരിഞ്ഞുനിന്നു. മെലിസാന്ദ്ര പഴയ വാലീരിയൻ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. തന്നെ വിലക്കെടുക്കപ്പെട്ട ചാട്ടവാറടിയേറ്റ ഒരടിമയുടെ ഭൂതകാലം ഓർമ്മിച്ചുകൊണ്ട് അവൾ അങ്ങേയറ്റത്തെ ആദരവോടെ ഡെനേറീസിനെ പുകഴ്ത്തി. ചുവന്ന പുരോഹിതർ മീരീനിൽ വലിയ സമാധാനം കൊണ്ടുവന്നതോർത്ത് ഡെനേറീസ് അവളെ അവിടേക്ക് സ്വാഗതം ചെയ്തു. എന്നാൽ വേരീസ് അവളെ വളരെ സംശയത്തോടെയാണ് നോക്കിയത്. അയൺ ത്രോൺ ആഗ്രഹിച്ച മറ്റൊരാളെ അവൾ മുൻപ് സേവിച്ചിരുന്നുവെന്നും അത് സ്റ്റാനിസ് ബെരത്യോണിന്റെ വലിയ തകർച്ചയിലാണ് അവസാനിച്ചതെന്നും അവൻ പരിഹാസത്തോടെ ഓർമ്മിപ്പിച്ചു. മെലിസാന്ദ്ര അത് ശാന്തമായി സമ്മതിച്ചു. വെസ്റ്ററോസിൽ ലോർഡ് ഓഫ് ലൈറ്റിന് വലിയ സ്വാധീനമില്ലല്ലോ എന്ന് ഡെനേറീസ് ചോദിച്ചു. എന്നാൽ വരാനിരിക്കുന്ന ഭയാനകമായ ഇരുട്ടിനെക്കുറിച്ചും അതിനെ ഇല്ലാതാക്കാൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രാജകുമാരന് മാത്രമേ സാധിക്കൂ എന്ന പ്രവചനത്തെക്കുറിച്ചും മെലിസാന്ദ്ര അവളെ അറിയിച്ചു. താനൊരു രാജകുമാരനല്ലല്ലോ എന്ന് ഡെനേറീസ് പറഞ്ഞപ്പോൾ ആ ഹൈ വാലീറിയൻ ഭാഷയിലെ പ്രവചനത്തിന് ലിംഗഭേദമില്ലെന്നും അത് രാജകുമാരനോ രാജകുമാരിയോ ആകാമെന്നും മിസാന്തേ തിരുത്തി പറഞ്ഞു. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തി ഒരുപക്ഷെ ഡെനേറീസ് തന്നെയോ അതോ നോർത്തിലെ രാജാവായ ജോൺ സ്നോയോ ആകാമെന്ന് മെലിസാന്ദ്ര വെളിപ്പെടുത്തി. ജോൺ സ്നോ എന്ന പേര് കേട്ടപ്പോൾ ടിരിയൻ തീർത്തും ആശ്ചര്യപ്പെട്ടു. താൻ അവനോടൊപ്പം തണുത്തുറഞ്ഞ വോളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും അവൻ അങ്ങേയറ്റത്തെ വിശ്വസ്തനാണെന്നും ടിരിയൻ സാക്ഷ്യപ്പെടുത്തി. കൂടാതെ നെഡ് സ്റ്റാർക്കിനെ കൊന്ന സെർസിയോട് ജോൺ സ്നോയ്ക്കും വലിയ പകയുണ്ടാവുമെന്നും അവൻ കൂട്ടിച്ചേർത്തു. ഇതുകേട്ട ഡെനേറീസ് അല്പനേരം ആഴത്തിൽ ചിന്തിച്ചു. അവളുടെ കണ്ണുകളിൽ പുതിയൊരു ലക്ഷ്യം തിളങ്ങി. ശരി, അവൾ ഒരു തീരുമാനമെടുത്തു. വടക്കോട്ട് ഒരു കാക്കയെ അയക്കുക. ജോൺ സ്നോയോട് അവന്റെ രാജ്ഞി അവനെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് ക്ഷണിക്കുന്നുവെന്ന് പറയുക. ഒപ്പം മുട്ടുകുത്താനും അവൾ ആജ്ഞാപിച്ചു. വിന്റർഫെല്ലിന്റെ തണുത്തുറഞ്ഞ മുറ്റത്ത് മരവിപ്പിക്കുന്ന കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അവിടെ ചെറിയ കുട്ടികൾ അതിരാവിലെ തന്നെ അമ്പെയ്ത്ത് പരിശീലിക്കുകയായിരുന്നു. മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ജോണും സാൻസായും ഡാവോസും ഇത് നിശബ്ദമായി വീക്ഷിച്ചു. ജോണിന്റെ കയ്യിൽ ചുരുട്ടിയ ഒരു കടലാസുണ്ടായിരുന്നു. അത് ടിരിയൻ അയച്ച സന്ദേശമായിരുന്നു. ആ കത്ത് ഒരു കെണിയാണോ എന്ന് സാൻസായ്ക്ക് വലിയ ഭയമുണ്ടായിരുന്നു. മുമ്പ് അനുഭവിച്ച ക്രൂരതകളുടെ പാടുകൾ അവളുടെ മനസ്സിൽ ഇനിയും മാഞ്ഞിരുന്നില്ല. ടിരിയൻ മറ്റു ലാനിസ്റ്റർകളെപ്പോലെ അല്ലെന്നും അവളോട് ദയ കാണിച്ചിട്ടുണ്ടെന്നും അവൾ സമ്മതിച്ചെങ്കിലും 3 ഡ്രാഗണുകളും വലിയ സൈന്യവുമുള്ള ഡെനേറീസിനെ കാണാൻ പോകുന്നത് ഭയാനകമായ ഒരു അപകടമാണെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ ഡാവോസിന്റെ ചിന്തകൾ മറ്റൊരിടത്തായിരുന്നു. അവന്റെ മുഖത്ത് കടുത്ത ഗൗരവം നിഴലിച്ചു. തീ തുപ്പുന്നതെന്താണ്? അവൻ ചോദിച്ചു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ ആർമി ഓഫ് ദ ഡെഡിനെ തോൽപ്പിക്കാൻ അവർക്ക് ആ ഡ്രാഗണുകളുടെ തീ ആവശ്യമായിരുന്നു. ജോണിന്റെ കണ്ണുകൾ വീണ്ടും മുറ്റത്ത് കളിക്കുന്ന കുട്ടികളിലേക്ക് നീണ്ടു. അവന്റെ മുഖത്ത് വലിയൊരു ആശങ്കയും ഉത്തരവാദിത്വവും നിറഞ്ഞുനിന്നു. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ വിശാലമായ റെഡ് കീപ്പിൽ മൂർച്ചയേറിയ വാളുകൾ കൊണ്ട് നിർമ്മിച്ച അയൺ ത്രോണിൽ സെർസി ലാനിസ്റ്റർ ഇരിക്കുകയായിരുന്നു. അഹങ്കാരവും പകയും ആ കണ്ണുകളിൽ അഗ്നി പോലെ ജ്വലിച്ചുനിന്നു. കറുത്ത വസ്ത്രമണിഞ്ഞ അവളുടെ മുഖത്ത് ക്രൂരമായ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. ജൈമേ, കൈബൺ, പിന്നെ ഭീമാകാരനായ ദ മൗണ്ടൻ എന്നിവർ അവൾക്കരികിലുണ്ടായിരുന്നു. സഭയിൽ റാൻഡിൽ ടാർലി അടക്കമുള്ള വലിയ പ്രഭുക്കന്മാരും സന്നിഹിതരായിരുന്നു. ഡെനേറീസിനെതിരെയുള്ള വലിയ ഭയം പ്രഭുക്കന്മാരുടെ ഉള്ളിൽ കുത്തിനിറയ്ക്കാനാണ് സെർസി ശ്രമിച്ചത്. ഡോത്രഗികളും അൺസുലീഡുകളും മനുഷ്യത്വമില്ലാത്ത ക്രൂരന്മാരാണെന്നും മാഡ് കിങ്ങിന്റെ മകൾ അവരെക്കാൾ ക്രൂരയാണെന്നും അവൾ ഉച്ചത്തിൽ പ്രസംഗിച്ചു. അവർ വന്നാൽ ഗ്രാമങ്ങൾ കത്തിക്കുമെന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമെന്നും പറഞ്ഞ് അവൾ പ്രഭുക്കന്മാരെ ഭയപ്പെടുത്തി. തന്റെ ജനങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് അവൾ വലിയൊരു കള്ളം പറഞ്ഞു. എന്നാൽ റാൻഡിൽ ടാർലി അല്പം മുന്നോട്ടുവന്ന് ഡ്രാഗണുകളെ എങ്ങനെ നേരിടുമെന്ന വലിയ സംശയം ഉന്നയിച്ചു. കൈബൺ തങ്ങൾ അതിനൊരു ശക്തമായ പരിഹാരം കണ്ടുപിടിക്കുന്നുണ്ടെന്ന് മറുപടി നൽകി. സഭ പിരിഞ്ഞതിനുശേഷം നീളൻ ഇടനാഴിയിൽ വെച്ച് ജൈമെ റാൻഡിൽ ടാർലിയെ കണ്ടു. ടൈറൽ ഹൌസിനോടുള്ള വലിയ വിശ്വസ്തത വെടിയാൻ റാൻഡിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ഒലെന്ന ടൈറൽ ഇപ്പോൾ വെറും പകയുടെ രൂപമാണെന്നും വിദേശികളെ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്നത് അവളാണെന്നും ജൈമെ ഓർമ്മിപ്പിച്ചു. യുദ്ധം ജയിച്ചാൽ സൗത്തിന്റെ പുതിയ വാർഡനായി റാൻഡിൽ ടാർലിയെ നിയമിക്കാമെന്ന് ജൈമെ വാഗ്ദാനം ചെയ്തു. ആ അധികാരമോഹം റാൻഡിലിന്റെ ചിന്തകളെ ഇളക്കിമറിച്ചു. സിറ്റാഡലിലെ ഇരുണ്ടതും ദുർഗന്ധം വമിക്കുന്നതുമായ ക്വാറന്റീൻ മുറിയിൽ ആർച്ച്മേസ്റ്റർ മാർവിൻ, സാം, പിന്നെ ജോറ എന്നിവർ അവിടെ നിന്നിരുന്നു. ജോറാന്റെ ശരീരത്തിൽ ഗ്രേസ്കേൽ എന്ന ഭയാനകമായ രോഗം പടർന്നുപിടിച്ചിരുന്നു. അവന്റെ മുഖമൊഴികെ ശരീരമാകെ പരുക്കൻ കല്ലുപോലെയായി തുടങ്ങിയിരുന്നു. രോഗം ശരീരമാകെ പൂർണ്ണമായും പടർന്നുവെന്നും മനസ്സിനെ ബാധിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേയുള്ളൂവെന്നും മാർവിൻ യാതൊരു ദയയുമില്ലാതെ വിധിയെഴുതി. സാം ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ധൈര്യപ്പെട്ട് സംസാരിച്ചെങ്കിലും മാർവിൻ അത് അഹങ്കാരത്തോടെ നിരസിച്ചു. ജോറാന് ഒരു ദിവസത്തെ സമയം കൂടി നൽകി അയാൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ജോറ വലിയ സങ്കടത്തോടെ തന്റെ കിടക്കയിലിരുന്നു. തന്റെ കുടുംബത്തെ വിവരമറിയിക്കാൻ താൽപ്പര്യപ്പെട്ടില്ല. കാരണം അവൻ വർഷങ്ങൾക്ക് മുൻപേ അവർക്ക് മരിച്ചവനായിരുന്നു. അങ്ങേയറ്റത്തെ വേദനയോടെ സാം ആ മുറിയുടെ വാതിലടച്ചു. റെഡ് കീപ്പിന്റെ അധോലോകമായ തടവറകളിലേക്ക് കൈബണും സെർസിയും പതുക്കെ നടന്നു നീങ്ങി.
അവിടെ പണ്ടുകാലത്തെ ഭീമാകാരങ്ങളായ ഡ്രാഗൺ തലയോട്ടികൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പന്തങ്ങളുടെ വെളിച്ചത്തിൽ ആ തലയോട്ടികൾ ഇരുളിൽ പതിയിരിക്കുന്ന രാക്ഷസന്മാരെപ്പോലെ തോന്നിപ്പിച്ചു. ഏറ്റവും വലിയ തലയോട്ടിയായ ബാലേരിയൻ ദ ഡ്രെഡിന്റെ മുന്നിൽ അവർ നിന്നു. മീരീനിൽ വെച്ച് ഡെനേരീസിന്റെ ഡ്രാഗണുകൾക്ക് ആയുധം കൊണ്ട് മുറിവേറ്റ കാര്യം കൈബൺ അവളെ ഓർമ്മിപ്പിച്ചു. ഒരു വലിയ തുണികൊണ്ട് മൂടിയ ഒരു ആയുധം അവൻ അവൾക്ക് മുന്നിൽ അനാവരണം ചെയ്തു. അതൊരു ഭീമാകാരമായ ക്രോസ്ബോ ആയിരുന്നു. സെർസി അതിലെ വലിയൊരു ലിവർ വലിച്ചു. ഭാരമേറിയ ഒരു ഇരുമ്പുവേൽ അതിവേഗം പാഞ്ഞുചെന്ന് ബാലേരിയന്റെ കണ്ണിന്റെ കുഴിയിൽ ആഴത്തിൽ തറച്ചുകയറി. അത് കണ്ട് അവളുടെ ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ഡ്രാഗൺ സ്റ്റോണിൽ വീണ്ടും ഒരു വലിയ സഭ കൂടി. ചേംബർ ഓഫ് ദ പെയിന്റഡ് ടേബിളിനു ചുറ്റും ഡെനേരീസ്, യാര ഗ്രേജോയ്, തിയോൺ ഗ്രേജോയ്, എലാരിയ സാൻഡ്, ഒലേന ടൈറൽ, വാരിസ്, ഗ്രേവേം, മിസാൻഡെയ്, ടീരിയോൺ എന്നിവർ നിന്നു. കിങ്സ് ലാൻഡിങ്ങിനെ ഒറ്റയടിക്ക് ആക്രമിച്ച് നശിപ്പിക്കണമെന്ന് യാരായും എല്ലാരിയായും വാദിച്ചു. എന്നാൽ ആയിരക്കണക്കിന് നിരപരാധികൾ വെന്തുമരിക്കുന്ന ആ യുദ്ധമുറയ്ക്ക് ടീരിയൺ കടുത്ത എതിരായിരുന്നു. തന്റെ അനന്തരവളായ നിരപരാധിയായ കൊച്ചു പെൺകുട്ടിയെ വിഷം കൊടുത്തുകൊന്ന എല്ലാരിയ സാൻഡിനോട് അവന് കടുത്ത വെറുപ്പുണ്ടായിരുന്നു. ഡെനേരീസ് ഇടപെട്ട് അവരെ ശാന്തരാക്കി. ഞാനിവിടെ വന്നിരിക്കുന്നത് ചാരങ്ങളുടെ രാജ്ഞിയാകാനല്ല, അവൾ ദൃഢമായി പറഞ്ഞു. തുടർന്ന് ടീരിയൺ തങ്ങളുടെ യഥാർത്ഥ യുദ്ധതന്ത്രം അവതരിപ്പിച്ചു. വിദേശ സൈന്യത്തെ വെച്ച് കിങ്സ് ലാൻഡിംഗ് ആക്രമിച്ചാൽ അത് ജനങ്ങളുടെ വലിയ വെറുപ്പിന് കാരണമാകും. അതിനാൽ വെസ്റ്ററോസിലെ സ്വന്തം സൈന്യമായ ഡോർണിഷും ടൈറലും ചേർന്ന് തലസ്ഥാനം ഉപരോധിക്കണം. അതേസമയം ലാനിസ്റ്ററുകളുടെ പ്രധാന ശക്തികേന്ദ്രമായ കാസ്റ്റർലി റോക്ക് അപ്രതീക്ഷിതമായി പിടിച്ചെടുക്കാൻ ഗ്രേവേമിന്റെ നേതൃത്വത്തിൽ അൺസൊലീഡ് സൈന്യം രഹസ്യമായി പോകും. ഭൂപടത്തിലെ മേശപ്പുറത്തെ കരുക്കൾ നീക്കി അവൻ ആ വലിയ തന്ത്രം എല്ലാവർക്കുമായി വിശദീകരിച്ചു. സഭയിലുണ്ടായിരുന്ന എല്ലാവരും ആ പദ്ധതി പൂർണ്ണമായും അംഗീകരിച്ചു. സഭ പിരിഞ്ഞതിനുശേഷം ഡെനേറിസും ഒലെന ടൈറലും തനിച്ചായി. ബുദ്ധിമാന്മാരായ ആളുകളുടെ ഉപദേശങ്ങൾ കേൾക്കാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ഒലെന്ന അവളോട് പറഞ്ഞു. പ്രഭുക്കന്മാർ വെറും ആടുകളാണ്. നിങ്ങളൊരു ആടാണോ? താങ്കൾ ഒരു ഡ്രാഗണാണ്. ഒരു ഡ്രാഗണെപ്പോലെ പെരുമാറുക, അവർ ഉപദേശിച്ചു. ആ വാക്കുകൾ ഡെനേറിസിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു. തന്റെ ചെറിയ മുറിയിലിരുന്ന് വാൾമൂർച്ച കൂട്ടുകയായിരുന്നു ഗ്രേവേം. അപ്പോഴാണ് മിസൻഡെയ് അവിടേക്ക് കടന്നുവന്നത്. നാളെ വലിയൊരു യുദ്ധത്തിന് പോകുന്ന അവനോട് യാത്ര ചോദിക്കാനാണ് അവളെത്തിയത്. എപ്പോഴാണ് തിരിച്ചുവരിക എന്നതിന് അവന് കൃത്യമായ ഉത്തരമില്ലായിരുന്നു. സംസാരത്തിനിടയിൽ അവൻ തന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ രഹസ്യം അവളോട് തുറന്നു പറഞ്ഞു. അൺസലീഡ് സൈനികർക്ക് ഒരിക്കലും ഭയമെന്താണെന്ന് അറിയില്ലായിരുന്നു. താനും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് വലിയൊരു ഭയമുണ്ടെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ട്? അവൾ ചോദിച്ചു. നീയാണ് എന്റെ ബലഹീനത, അവൻ മൃദുവായി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അവൾക്കത് ആദ്യം മനസ്സിലായില്ലെങ്കിലും അവളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന വലിയ ഭയമാണ് അവനെ അലട്ടുന്നതെന്ന് അവൾക്ക് വേഗത്തിൽ പിടികിട്ടി. ആ പരസ്പരമുള്ള സ്നേഹം അവർക്കിടയിലെ എല്ലാ അതിർവരമ്പുകളും തകർത്തെറിഞ്ഞു. അവൾ അവനെ ചുംബിക്കുകയും ഇരുവരും ശരീരത്തിലെ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ അനന്തമായ ലോകത്തേക്ക് വഴുതി വീഴുകയും ചെയ്തു. സിറ്റാഡലിന്റെ വിശാലമായ ലൈബ്രറിയിൽ പഴയ പുസ്തകങ്ങളുടെ ഗന്ധം നിറഞ്ഞുനിന്നു. മാർവിനിന്റെ പുറകെ വലിയൊരു കെട്ട് പുസ്തകങ്ങളുമായി സാം നടക്കുകയായിരുന്നു. ജോറൈന്റെ ഭയാനകമായ ഗ്രേസ്കെയിൽ ഭേദമാക്കാൻ താനൊരു വഴി കണ്ടെത്തിയെന്നും ആർച്ച്മേസ്റ്റർ പൈലോസിന്റെ പുസ്തകത്തിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അവൻ പ്രതീക്ഷയോടെ പറഞ്ഞു. എന്നാൽ ആ ചികിത്സാരീതി വളരെ അപകടകരമായതിനാൽ അതിപ്പോൾ പൂർണ്ണമായും നിരോധിക്കപ്പെട്ടതാണെന്ന് മാർവിൻ അവനെ താക്കീത് ചെയ്തു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഇരുളടഞ്ഞ ആ മുറിയിൽ മെഴുകുതിരിവെട്ടത്തിൽ ജോറ തന്റെ രാജ്ഞിയായ ഡേനറിസിന് ഒരു യാത്രാമൊഴിയായി കത്തെഴുതുകയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ വണ്ടിയുമായി സാം അവിടേക്ക് രഹസ്യമായി വന്നത്. താൻ നൈറ്റ്സ് വാച്ചിലെ അംഗമാണെന്നും അവന്റെ പിതാവായ ജോർ മോർമണ്ടിനെ തനിക്ക് വളരെ നന്നായി അറിയാമായിരുന്നുവെന്നും അവൻ വെളിപ്പെടുത്തി. തോൽ സഞ്ചി തുറന്ന് വിവിധ മൂർച്ചയേറിയ കത്തികളും ഉപകരണങ്ങളും അവൻ പുറത്തെടുത്തു. അവനൊരു വലിയ കുപ്പി റം കുടിക്കാൻ നൽകി. ഇത് ഭയങ്കരമായി വേദനിക്കും, അവൻ മുന്നറിയിപ്പ് നൽകി. ഒരു തോൽക്കഷ്ണം കടിച്ചുപിടിക്കാൻ നൽകിയ ശേഷം സാം ആ ഭയാനകമായ ശസ്ത്രക്രിയ ആരംഭിച്ചു. ഗ്രേസ്കെയിൽ പടർന്ന കല്ലുപോലെയുള്ള തൊലി മൂർച്ചയേറിയ കത്തികൊണ്ട് അവൻ ജീവനോടെ മുറിച്ചെടുത്തു. ജോറ അങ്ങേയറ്റത്തെ വേദനാജനകമായി പിടഞ്ഞു. എന്നാൽ പുറത്ത് ആരും കേൾക്കാതിരിക്കാൻ അവൻ തന്റെ നിലവിളി തൊണ്ടയിൽ തന്നെ ഒതുക്കി. മുറിവിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. സാം കഠിനമായ ആ ചികിത്സ കരഞ്ഞുകൊണ്ട് തുടർന്നു. ഇരുളടഞ്ഞ ഇന്നറ്റ് ദ ക്രോസ് റോഡ്സിൽ അവിടുത്തെ വിഭവങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ആര്യ. അവിടെ തീ കാഞ്ഞിരുന്ന രണ്ടുപേർ ഡെനറീസിന്റെ വലിയ ഡ്രാഗണുകളെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടു. അപ്പോഴാണ് അവളുടെ പഴയ സുഹൃത്തായ ഹോട്ട് പൈ അവിടേക്ക് വന്നത്. സംസാരത്തിനിടയിൽ
ആര്യ താൻ പ്രതികാരത്തിനായി കിങ്സ് ലാൻഡിംഗിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹോട്ട് പൈ ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയത്. ജോൺ സ്നോ വൈൽഡ്ലിംഗ് സൈന്യത്തോടൊപ്പം വന്ന് ബാറ്റിൽ ഓഫ് ദി ബാസ്റ്റേഡ്സ് വിജയിച്ചു. അവനിപ്പോൾ കിങ് ഇൻ ദ നോർത്താണ്, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ വലിയ വാർത്ത കേട്ടതും ആര്യ സ്തബ്ധയായി. അവൾക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കുടുംബം വീണ്ടും വിന്റർഫെല്ലിൽ എത്തിയെന്നറിഞ്ഞപ്പോൾ അവളുടെ യാത്രയുടെ ലക്ഷ്യം തന്നെ പാടെ മാറി. സ്വർണ്ണ നാണയങ്ങൾ നൽകി അവൾ വേഗം അവിടെ നിന്നും ഇറങ്ങി. തന്റെ കുതിരപ്പുറത്ത് കയറിയ അവൾ തെക്കോട്ട് പ്രതികാരത്തിനായി പോകാൻ തീരുമാനിച്ചിരുന്നത് മാറ്റി ഒറ്റയടിക്ക് നേരെ വടക്കോട്ട് യാത്ര തിരിച്ചു. വിന്റർഫെല്ലിലെ ഇരുണ്ടതും എന്നാൽ ഗാംഭീര്യം നിറഞ്ഞതുമായ രാജകീയ മുറിയിൽ ജോൺ വലിയ ഭൂപടങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. അവിടേക്ക് സാം അയച്ച ഒരു സുപ്രധാനമായ കത്തെത്തി. ആ വലിയ കത്തുമായി അവൻ ഗ്രേറ്റ് ഹാളിലേക്ക് നടന്നു. അവിടെ വലിയ വടക്കൻ പ്രഭുക്കന്മാരും സാൻസ, ബ്രിയൻ, ലിയാന മോർമോണ്ട്, പീറ്റർ ബേലീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഡ്രാഗൺ സ്റ്റോണിൽ വലിയൊരു ഡ്രാഗൺ ഗ്ലാസ് ശേഖരമുണ്ടെന്ന് സാം കണ്ടെത്തിയ കാര്യം അവൻ എല്ലാവരെയും അറിയിച്ചു. കൂടാതെ ടീരിയൻ ലാനിസ്റ്റർ തന്നെ അവിടേക്ക് ക്ഷണിച്ച കാര്യവും അവൻ തുറന്നു പറഞ്ഞു. ഡെനേരീസിനെ കാണാൻ പോകാനുള്ള ജോണിന്റെ തീരുമാനം സഭയിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. മാഡ് കിങ് മുൻപ് എന്ത് ചെയ്തുവെന്ന് സാൻസ അവനെ ഭയത്തോടെ ഓർമ്മിപ്പിച്ചു. ഒരു ടാർഗേരിയനെയും ലാനിസ്റ്ററിനെയും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് യോൺ റോയ്സും ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതൊരു വലിയ കെണിയാണെന്ന് എല്ലാവരും ഭയന്നു. എന്നാൽ വരാനിരിക്കുന്ന ആർമി ഓഫ് ദ ഡെഡിനെ നേരിടാൻ തങ്ങൾക്ക് ഒറ്റയ്ക്കൊരിക്കലും കഴിയില്ലെന്നും ഡ്രാഗൺ ഗ്ലാസും വലിയ ഡ്രാഗണുകളുമില്ലാതെ ആ യുദ്ധം ജയിക്കാൻ സാധിക്കില്ലെന്നും ജോൺ തീർത്തു പറഞ്ഞു. ഇത് വലിയൊരു അപകടമാണെന്ന് അറിഞ്ഞിട്ടും തന്റെ ജനങ്ങളെ രക്ഷിക്കാൻ ആ വലിയ തീരുമാനമെടുക്കാൻ അവൻ തയ്യാറായി. താൻ പോകുന്ന വലിയ സമയം ഈ ഭീമാകാരമായ കോട്ടയുടെയും വടക്കിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം അവൻ സ്വന്തം സഹോദരിയായ സാൻസായെ ഏൽപ്പിച്ചു. ആ അപ്രതീക്ഷിതമായ തീരുമാനം സഭയെ ഒന്നടങ്കം ആശ്ചര്യപ്പെടുത്തി. അന്ന് രാത്രി തണുത്തുറഞ്ഞ ക്രിപ്റ്റിൽ തന്റെ പിതാവായ നെഡ് സ്റ്റാർക്കിന്റെ മരവിച്ച പ്രതിമയ്ക്കു മുന്നിൽ നോക്കി നിൽക്കുകയായിരുന്നു ജോൺ. അവിടെ വലിയ നിശബ്ദതയായിരുന്നു. അവിടേക്ക് വളരെ നിഗൂഢമായി ലോർഡ് ബേലീഷ് കടന്നുവന്നു. നെഡ് സ്റ്റാർക്കിന്റെ അസ്ഥികൾ താനാണ് കൊണ്ടുവന്നതെന്നും തനിക്ക് കാറ്റ്ലിനോട് വലിയ സ്നേഹമായിരുന്നുവെന്നും അവൻ പറഞ്ഞു. ജോണിനെ സ്നേഹത്തോടെ ഒന്ന് പുകഴ്ത്താൻ അവൻ ശ്രമിച്ചു. എന്നാൽ ജോണിന് അവനോട് കടുത്ത വെറുപ്പായിരുന്നു. തനിക്ക് സാൻസയോട് വലിയ സ്നേഹമാണെന്ന് ബേലീഷ് പറഞ്ഞതും ജോണിന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു. എന്റെ സഹോദരിയെ തൊട്ടാൽ ഞാൻ തന്നെ നിന്നെ കൊല്ലും, പല്ലിറുമി ജോൺ ദേഷ്യത്തോടെ പറഞ്ഞു. ഭയന്നുപോയ ബെലിഷിനെ അവിടെ ഉപേക്ഷിച്ച് ജോൺ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീണപ്പോൾ വിന്റർഫെല്ലിന്റെ മുറ്റത്തുനിന്നും ജോണും ഡാവോസും തങ്ങളുടെ കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. മുകളിലെ മരവിച്ച ബാൽക്കണിയിൽ നിന്നും സാൻസ അവരെ കൈവീശി വലിയ സങ്കടത്തോടെ യാത്രയാക്കി. അപ്പോഴേക്കും അവിടേക്ക് വന്ന ബേലീഷിന്റെ മുഖത്ത് ഭയവും ഒപ്പം എന്തൊക്കെയോ വലിയ ഗൂഢലക്ഷ്യങ്ങളും നിഴലിച്ചിരുന്നു. തണുത്ത കാറ്റടിക്കുന്ന റിവർലാൻഡ്സിലെ കാട്ടിൽ രാത്രിയിൽ തീ കായുകയായിരുന്നു ആര്യ. പെട്ടെന്ന് അവളുടെ കുതിര വലിയ ഭയത്തോടെ ശബ്ദമുണ്ടാക്കി. ഇരുണ്ട കാട്ടിൽ നിന്നും നിരവധി ചെന്നായ്ക്കൾ പതിയെ അവളെ വളഞ്ഞു. ഭയത്തോടെ അവൾ തന്റെ വാളെടുത്തെങ്കിലും ആ വലിയ കൂട്ടത്തിന്റെ നേതാവായ അതിഭീമാകാരനായ ഡയർവുൾഫിനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു. അത് മറ്റാരുമല്ല, അവളുടെ നൈമേരിയ ആയിരുന്നു. വർഷങ്ങൾക്ക് മുൻപേ താൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പറഞ്ഞയച്ച തന്റെ പ്രിയപ്പെട്ട ഡയർവുൾഫ്. അവൾ വാൾ താഴെ വെച്ച് അങ്ങേയറ്റത്തെ സ്നേഹത്തോടെ അവളെ അടുത്തേക്ക് വിളിച്ചു. നൈമേരിയ, ഇത് ഞാനാണ് ആര്യ. ഞാൻ വടക്കോട്ടു പോവുകയാണ്, എന്റെ വീട്ടിലേക്ക്. എന്റെ കൂടെ വരൂ. എന്നാൽ നൈമേരിയ അവളെ കുറച്ചുനേരം നിശബ്ദമായി നോക്കി നിന്ന ശേഷം തിരിഞ്ഞ് ആ വലിയ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി, കൂടെ ആ ചെന്നായ്ക്കൂട്ടവും. ആര്യ വല്ലാത്തൊരു സങ്കടത്തോടെ സ്വയം മന്ത്രിച്ചു, അത് നീയല്ല. ആ കാട്ടുജീവിതം അവൾ എന്നേക്കുമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന വലിയ സത്യം ആര്യ തിരിച്ചറിഞ്ഞു. സീ ഓഫ് ഡോണിൽ രാത്രിയുടെ കൂരിരുട്ടിൽ നിരവധി കപ്പലുകൾ ശാന്തമായി നീങ്ങുകയായിരുന്നു. യാരാന്റെ കപ്പലിന്റെ അടിത്തട്ടിൽ എലാരിയ സാൻഡിന്റെ മക്കളായ ടൈൻ, ഒബാര, നൈമേരിയ എന്നിവർ കിടന്നുകൊണ്ട് ശത്രുക്കളെ എങ്ങനെ കൊല്ലുന്നതിനെപ്പറ്റി വലിയ തർക്കത്തിലായിരുന്നു. മുകളിലെ വിശാലമായ ക്യാപ്റ്റന്റെ മുറിയിൽ യാരായും എലാരിയായും മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. എലാരിയ കാമത്തോടെ യാരായെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. തിയോൺ അവിടെ അവർക്ക് മദ്യം പകർന്നു നൽകി ശാന്തനായി നിന്നു. ആ അന്തരീക്ഷത്തിൽ വലിയ ആസക്തിയും ലഹരിയും നിറഞ്ഞുനിന്നു. പെട്ടെന്ന് വലിയൊരു ഇടിയുടെ ശബ്ദം കേട്ടു. വലിയ കപ്പൽ ഒന്നാകെ കുലുങ്ങിവിറച്ചു. വലിയ അപകടം മണത്തറിഞ്ഞ യാര തന്റെ വാളെടുത്ത് വേഗത്തിൽ മുകളിലേക്കോടി. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവർ കണ്ടത്. വലിയ തീപ്പന്തങ്ങൾ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നു, എങ്ങും പുക മാത്രം.
ആ പുകയ്ക്കിടയിലൂടെ ഗ്രേജോയ് ചിഹ്നമുള്ള അതിഭീമാകാരമായ കപ്പൽ അവരുടെ നേർക്ക് പാഞ്ഞുവരികയായിരുന്നു. യൂറോണിന്റെ കപ്പൽ അതിഭയാനകമായ ശക്തിയോടെ അവരുടെ കപ്പലിലേക്ക് ഇടിച്ചുകയറി. ഇരുമ്പുകൊണ്ടുള്ള ഒരു വലിയ പാലം അവരുടെ കപ്പലിലേക്ക് ഭയാനകമായ ശബ്ദത്തോടെ വീണു. ആ പാലത്തിനു മുകളിലൂടെ ഒരു വലിയ ഭ്രാന്തനെപ്പോലെ ചിരിച്ചുകൊണ്ട് അഴുക്കുപുരണ്ട പടച്ചട്ടയണിഞ്ഞ യൂറോൺ ഗ്രേജോയ് പാഞ്ഞുവന്നു. കൈയിലുള്ള ഭീമാകാരമായ മഴുവെച്ച് അവൻ മുന്നിൽ കണ്ടവരെയെല്ലാം അതിക്രൂരമായി വെട്ടിവീഴ്ത്തി. അവന്റെ സൈന്യം മുഴുവൻ കപ്പലിലേക്ക് വലിയ ഒച്ചപ്പാടോടെ ഇരച്ചുകയറി. ഒരു ഭയാനകമായ യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ടേനെ വേഗത്തിൽ താഴേക്കോടി തന്റെ അമ്മയായ ഇലാരിയയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും ക്രൂരന്മാരായ ശത്രുക്കൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. മുകളിൽ കപ്പലിന്റെ തട്ടിൽ ഒബാരായും നൈമേരിയായും യൂറോണിനെ നേരിടാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ മൃഗീയമായ ശക്തിക്കു മുന്നിൽ അവർക്ക് ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല. അവൻ വലിയ ക്രൂരതയോടെ ഒബാരായെ അവളുടെ സ്വന്തം കുന്തം കൊണ്ട് വയറ്റിൽ കുത്തിക്കൊന്നു. നൈമേരിയായെ അവളുടെ തന്നെ ചാട്ടവാർ കൊണ്ട് കഴുത്ത് ഞെരിച്ചുകൊന്നു. ആ കാഴ്ചകൾ അങ്ങേയറ്റത്തെ ഭയാനകമായിരുന്നു. താഴെ ടൈനിയും ഇലാരിയായും ശത്രുക്കളുടെ പിടിയിലായി. മുകളിൽ കപ്പലുകൾ തീപിടിച്ച് കത്തിയെരിയുന്നതിനിടയിൽ യാര യൂറോണിനുമായി അതിശക്തമായി ഏറ്റുമുട്ടി. രണ്ടുപേരും തമ്മിൽ വലിയൊരു പോരാട്ടം നടന്നു. പക്ഷേ ഒടുവിൽ യൂറോൺ അവളെ നിലത്തടിച്ച് തോൽപ്പിച്ചു. അവൻ അവളുടെ കഴുത്തിൽ തന്റെ മൂർച്ചയേറിയ മഴുവെച്ചുകൊണ്ട് തിയോണിനെ നോക്കി പരിഹസിച്ചു. വന്നിവളെ രക്ഷിക്ക്, അവൻ ഉച്ചത്തിൽ ആക്രോശിച്ചു. ചുറ്റും കത്തിയെരിയുന്ന വലിയ കപ്പലുകൾ, വെട്ടിമുറിക്കപ്പെടുന്ന മനുഷ്യശരീരങ്ങൾ, ചൂടുള്ള ചോരയുടെ മണം. തിയോണിന്റെ സമനില പൂർണ്ണമായും തെറ്റി. പഴയ ഭയങ്ങൾ അവനെ ശക്തമായി വേട്ടയാടി. അവന്റെ കൈകൾ വിറച്ചു. കൈയിലുള്ള വാൾ താഴെയിട്ട് അവൻ വേഗത്തിൽ കപ്പലിന്റെ വശത്തുകൂടി സമുദ്രത്തിലേക്ക് എടുത്തുചാടി. തണുത്തുറഞ്ഞ സമുദ്രത്തിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു വലിയ മരക്കഷണത്തിൽ പിടിച്ചുകിടക്കുമ്പോൾ അകലെ കപ്പലുകൾ വലിയ തീജ്വാലകളോടെ കത്തിയെരിയുന്നതും അയറൺ ഫ്ലീറ്റ് അകന്നുപോകുന്നതും വലിയ നൊമ്പരത്തോടെയും ഭയത്തോടെയും തിയോൺ നോക്കിക്കണ്ടു. ആ കൂരിരുട്ടിൽ അവന്റെ കണ്ണീരും സമുദ്രജലവും ഒന്നായി കലർന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.